Hi friends, welcome to my YouTube channel H Media. ത്രീ മാക്സ് ബിഗിനർ ടു അഡ്വാൻസ് ട്യൂട്ടോറിയൽസിൻ്റെ 64th ലെസനാണിത്. ഈ ലെസണിലൂടെ ഫർണിച്ചർ പാനൽ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈസിയായി പാനൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതുപോലുള്ള കിച്ചൺ, വുഡൻ ഫർണിച്ചർ പാനൽസ് തുടങ്ങിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഈ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് എന്ന കമാൻഡ് പാനലിൽ ജോമെട്രിയുടെ സബ്ബായി നമുക്കിവിടെ ഫർണിച്ചർ പാനൽസ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പാനൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. നമുക്കിതുപോലെ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു പാനൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഡയമെൻഷനിലാണ് ഈ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു സൈസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ പാനലിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു 500 mm വിഡ്ത്താണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ 500 mm തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റും സെറ്റ് ചെയ്യാം. റാക്സ് തിക്ക് എന്ന ഈ ഒരു ഓപ്ഷനിൽ 50 mm ആണ് ഇവിടെ സെറ്റായി കിടക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ലാഷ് എന്ന ഈ ഒരു ഓപ്ഷനിൽ 0 ആണ് ഇവിടെ സെറ്റായിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമ്മളുടെ വ്യൂ പോർട്ടിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈസിൽ ഇവിടെ നമ്മൾ ഈ ഒരു പാനൽ ക്രിയേറ്റ് ആയി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് മോഡിഫൈ എന്ന ഈ ഒരു കമാൻഡ് പാനലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാനലിൻ്റെ പാരാമീറ്റേഴ്സ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ടൈപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിത് സ്ട്രൈറ്റിന് പകരം കർവ്, ടാൻജന്റ് ലെഫ്റ്റ്, ടാൻജന്റ് റൈറ്റ്, ആർച്ച് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിതൊരു കർവ് ആയിട്ടാണ് ഈ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ കർവ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു പാനൽ ഇതുപോലെ കർവ് ആയതായി കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു പാനലിനെ ഈസിയായി ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഈ ഒരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് 500 ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ ഈ ഒരു പാനലിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു കർവ് എന്നുള്ള ഓപ്ഷന് പകരം നമുക്കിവിടെ ടാൻജന്റ് ലെഫ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്യാം. നമുക്കിതുപോലെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ടാൻജന്റ് ലെഫ്റ്റ് എന്നുള്ളത് ടാൻജന്റ് റൈറ്റ് ആയി നമുക്ക് സെലക്ട് ചെയ്യാം. കർവ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതുപോലെ ഈ ഒരു സ്ട്രക്ചർ ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നിന്ന് ഈസിയായി നമുക്ക് ഏത് ടൈപ്പിലാണ് ഈ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ ഈ ഒരു സ്ട്രക്ചർ ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആർച്ചായോ സ്ട്രൈറ്റ് ലൈൻ ആയോ കർവായോ ഒരു ഷേപ്പ്, ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പാനലിൻ്റെ ഹൈറ്റ് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു റാക്സ് തിക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പാനൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിതുപോലെ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാനലിനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു പാനലിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായി നമുക്ക് ബ്ലാക്ക് ലാഷ് എന്ന ഈ ഒരു ഓപ്ഷനിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സെൻറ്റർ എന്ന ഈ ഒരു ടിക്ക് ഇവിടെ എനേബിൾ ആയിട്ടുള്ളതായി കാണാവുന്നതാണ്. നമ്മൾ ഇത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാനലിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഓപ്പൺ ആയി നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് സെൻറ്റർ പോർഷൻ ഓപ്പൺ ആയിട്ടുള്ള ഒരു പാനലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു സെൻറ്റർ ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമുക്കിത് കോപ്പി ചെയ്യാം. അതിനുശേഷം മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യാം. പ്രോഗ്രാം ഫയൽസിൽ ഓട്ടോഡെസ്ക് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് വെർഷനിലേക്കാണോ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു വെർഷൻ നമുക്കിവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ 2020 എന്ന ഈ ഒരു വെർഷനാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൽ പ്ലഗിൻസ് എന്ന ഈ ഒരു ഫോൾഡർ നമുക്കിവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത നമ്മുടെ സ്ക്രിപ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റിൽ ജോമെട്രിയുടെ സബ്ബായി ഫർണിച്ചർ പാനൽസ് എന്ന ഈ ഓപ്ഷനിൽ പാനൽ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈസിയായി ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.